മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരാനാണ്. പിന്നെ അയക്കോറ വെച്ചിട്ടാണ്. ഇത് അയക്കോറ ഞാൻ 1/2 കിലോ അയക്കോറയാണ്, ഒരു മീഡിയം സൈസ് അയക്കോറ വാങ്ങി മുറിപ്പിച്ചെടുത്തതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ ഇതാ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തത്. ഉലുവയൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഈ കുടംപുളി നന്നായിട്ട് തിളപ്പിച്ചതിലേക്കാണ് 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. മുളകിട്ട കറി ആയതുകൊണ്ട് അത്യാവശ്യം മുളക് വേണം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. മറ്റ് സവാളയോ ചുമന്നുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. കാരണം ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ ദിവസങ്ങളോളം വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ക്രിസ്പി ആവണേ. ഞാൻ ഈ മുളകും പുളിയെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ്. ഈ വെളുത്തുള്ളി നന്നായിട്ട് ഇഞ്ചിയും എല്ലാം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം. പിന്നെ ഇതിലിടുന്ന കറിവേപ്പിലയും ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായി മുരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇത് നന്നായിട്ട് മൂത്ത് കുറച്ചൊരു ലേശൊരു ക്രിസ്പി ആയിട്ട് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും പുളിയെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ആ കുടംപുളി അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് ശരിക്കും നമ്മൾ കുടംപുളി ഇട്ട് വെച്ച മീനെ അന്ന് ഉപയോഗിക്കാതെ തലേ ദിവസമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ കുടംപുളി നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ കൊണ്ട് ഇറങ്ങി വന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ച് അതിൽ മീൻ വേവിച്ചെടുക്കുകയാണെങ്കിൽ മീനിനൊക്കെ നല്ലൊരു ഉറപ്പ് വെക്കും. മീനൊന്നും പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. അതുപോലെ പുളിയൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും. പിന്നെ ഈ മീൻകറി ഇപ്പം ഉണ്ടാക്കി വെച്ച് അപ്പം തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. തലേ ദിവസം കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അതാ ഈ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്ക് തന്നെ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നന്നായി വെട്ടി തിളക്കണം എന്നൊന്നുമില്ല. മീൻ ഓരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അയക്കോറ മാത്രമല്ല കേട്ടോ, നെയ്മീനും അങ്ങനെ ദശയുള്ള ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം. നെയ്മീൻ വേണേൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കേദർ വെച്ചിട്ട് അത് ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് നല്ല ഫ്ലഷുള്ള മീനുണ്ടല്ലോ, അതിലെല്ലാം ഇങ്ങനെ മുളകിട്ട് എടുക്കാവുന്നതാണ്. ഈ മീൻ കറി എല്ലാ ദിവസവും ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെക്കാം കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, കേടാവുകയില്ല. ആ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ തക്കാളിയോ സവാളയോ ചുവന്നുള്ളിയോ ഒന്നും ചേർക്കാത്തത്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിനി കരണ്ടിയോ കയ്യിലോ ഒന്നും വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. കാരണം മീൻ പൊടിഞ്ഞു പോകും. എപ്പോഴായാലും മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ചട്ടി ഒന്ന് ചുഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. അഥവാ ഇളക്കണമെന്ന് തോന്നുകയാണ്, മസാലയിട്ട് എവിടെയെങ്കിലും പിടിച്ചിടക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ഈ ചട്ടി ഒന്ന് ഇങ്ങനെ പതുക്കെ ചുഴറ്റി കൊടുത്താൽ മതി. അപ്പം ഇത് ഏകദേശം ഓഫ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് കുറേ സമയം തുറന്ന് വെക്കണം. ഇതിൻ്റെ ആവി വെള്ളത്തിലേക്ക് വീഴാൻ പാടില്ല. ആവി പോകുന്നത് വരെ ഇത് നന്നായിട്ട് തുറന്ന് വെച്ചതിന് ശേഷം ആണ് ഇത് മൂടി വെക്കാൻ പാടുള്ളൂ. ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാനിത് മൂടി വെച്ചത്. കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ? കാശ്മീരി റെഡ് ചില്ലിയോ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ആ 4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ്. നല്ല കളറൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് തിക്ക് ഗ്രേവിയല്ല. പക്ഷെ കണ്ടില്ല, മീൻ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. എല്ലാ മീനും അതേപോലെ നല്ല വടി പോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇത് വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി അയക്കോര മുളകിട്ട കറി ഞാനിത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഷെനീസ് വേൾഡ്.